IPL-ൽ ഇനി കളി മാറുകയാണ്. ലീഗ് ഘട്ടത്തിനു ശേഷം ഇനി പ്ലേ ഓഫിലെ തീപാറും പോരാട്ടങ്ങളാണ് മത്സരാർത്ഥികളും ക്രിക്കറ്റ് ആരാധകരും കാത്തിരിക്കുന്നത്. സെമി ഫൈനലിന് തുല്യമായ ആദ്യ ക്വാളിഫയർ ഇന്ന് രാത്രി 7:30 മുതൽ പഞ്ചാബിലെ മുളൻപൂരിൽ നടക്കാനിരിക്കുകയാണ്. കന്നിക്കിരീടം എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്ന പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള പോരാട്ടം ആരാധകരെ ആവേശത്തിലാക്കും. ഇതിൽ ജയിക്കുന്നവർക്ക് ജൂൺ 3-ന് നടക്കാനിരിക്കുന്ന കലാശപ്പോരിന് യോഗ്യത നേടാം. എന്നാൽ തോൽക്കുന്നവർക്ക് ഒരവസരം കൂടിയുണ്ട്. ഗുജറാത്ത് ടൈറ്റൻസും മുംബൈ ഇന്ത്യൻസും തമ്മിലുള്ള എലിമിനേറ്ററിലെ വിജയികളുമായി രണ്ടാം ക്വാളിഫയർ അവർക്ക് കളിക്കാം. അതിൽ ജയിക്കുന്നവരായിരിക്കും ഫൈനലിലെ രണ്ടാമത്തെ ടീം. ഇതിനിടെ RCB പഞ്ചാബ് ആദ്യ ക്വാളിഫയറിലെ വിജയിയെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുന്നത്. ഈ പോരാട്ടത്തിലെ വിജയിയെ മാത്രമല്ല പ്രധാന സ്കോറർമാരെ കുറിച്ചും ഇതിൽ വിവരിക്കുന്നുണ്ട്. ഈ പ്രവചനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. IPL-ന്റെ ആദ്യ ക്വാളിഫയർ ശ്രേയസ് അയ്യരുടെ പഞ്ചാബ് കിങ്സിന് നാണം കെടുത്തി രജത് പട്ടിദാറിന്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ ഫൈനലിലേക്ക് കുതിക്കുമെന്നാണ് വൈറലായിരിക്കുന്ന പ്രവചനം. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായിട്ടുള്ള ക്രിക്കറ്ററുമായി ബന്ധപ്പെട്ട് സ്ഥിരമായി ട്വീറ്റ് ചെയ്യാറുള്ള രാജീവ് എന്ന യൂസറാണ് ഈ പ്രവചനം നടത്തിയിരിക്കുന്നത്. പഞ്ചാബിനെതിരെ 187 റൺസിന്റെ കൂറ്റൻ വിജയം RCB സ്വന്തമാക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രവചനം. RCB ടീമിലെ 4 താരങ്ങൾ 50+ സ്കോറുകൾ കുറിക്കുമെന്നും രാജീവ് പ്രവചിക്കുന്നുണ്ട്. ഫിൽസാട്ട് 26 ബോളിൽ 74, വിരാട് കോഹ്ലി 31 ബോളിൽ 67, മായങ്ക് അഗർവാൾ 13 ബോളിൽ 20, രജത് പട്ടിദാർ 20 ബോളിൽ 50, ജിതേഷ് ശർമ്മ 15 ബോളിൽ 48, ടിം ഡേവിഡ് 15 ബോളിൽ 53, ജോഷ് ഹേസൽവുഡ് 17 റൺസിന് 5 വിക്കറ്റുകളടക്കും RCB 187 റൺസിന് വിജയിക്കുമെന്നാണ് അദ്ദേഹം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സീസണിലെ IPL-ൽ ഇത് 3-ാം തവണയാണ് പഞ്ചാബ് കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും അംഗം കുറിക്കുന്നത്. നേരത്തെ ലീഗ് ഘട്ടത്തിൽ ഹോം എവേ രീതിയിലായിരുന്നു ഓരോ തവണയും രണ്ട് ടീമും ഏറ്റുമുട്ടിയപ്പോൾ ഓരോ ജയം വീതം പങ്കിടുകയായിരുന്നു. RCBയുടെ തട്ടകമായ ബാംഗ്ലൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലായിരുന്നു ആദ്യ മത്സരം. മഴ ഹരം കെടുത്തിയ ഈ മത്സരം 14 ഓവർ വീതമായി വെട്ടിക്കുറച്ചപ്പോൾ പഞ്ചാബ് 5 വിക്കറ്റിന്റെ അനായാസ ജയം പിടിച്ചെടുത്തു. എന്നാൽ 2 ദിവസത്തിനകം പഞ്ചാബിൽ ഇരു ടീമും ഏറ്റുമുട്ടിയപ്പോൾ RCB കണക്കു തീർത്തു. മുളൻപൂരിലെ പോരാട്ടത്തിൽ പഞ്ചാബിനെ RCB അക്ഷരാർത്ഥത്തിൽ വാരിക്കളഞ്ഞു. 7 വിക്കറ്റിന്റെ ആധികാരിക വിജയമാണ് രജത് പട്ടിദാറും സംഘവും ആഘോഷിച്ചത്. അതേസമയം ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഇതുവരെ നേർക്കുനേർ വന്നപ്പോഴുള്ള കണക്കുകൂട്ടലുകൾ എടുത്താൽ രണ്ട് ടീമിനും വ്യക്തമായ ആധിപത്യം അവകാശപ്പെടാനില്ല. നേരിയ മുൻതൂക്കം പഞ്ചാബിനാണെന്ന് പറയേണ്ടി വരും. 18 മത്സരങ്ങളിലാണ് അവർ വെണ്ണിക്കൊടി പാറിച്ചത്. 17 മത്സരങ്ങളിൽ RCBയും ജയിച്ചു കയറിയിട്ടുണ്ട്.